അവര് കുതിര പോണമാതിരി പോണ ഒരാളാണേ. നമുക്ക് അവരൊപ്പെത്താൻ പറ്റില്ല. നമ്മളൊക്കെ സാധാരണ വീടുകൾ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന മാതിരി പോയി കാണല. അതല്ല, ഇവര് ടൈമാടും. 1 മണിക്കൂറിനുള്ളിൽ ഇത്ര വീടുകൾ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാ. പണി എടുക്കണല്ലോ. നമ്മളെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനുള്ള പോക്കാ. ആ ഒഴുക്ക് ഇവർക്ക് പറ്റില്ല. നമുക്ക് ആ ഇവരൊപ്പം എത്തില്ലേ. അങ്ങനെ അവശ നില. ഞാൻ ഒരു കണക്കിന് സൂത്രം പറഞ്ഞ് ചാടിയതാ. വയ്യണ്ട ഈ വെയിലൊക്കെ കൊണ്ടിട്ടേ ഞാൻ ഒന്ന് കിടക്കട്ടെ. ആയിക്കോട്ടെ. പാവല്ലേ, ഇതാ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാണല്ലോ കുഴപ്പം. നമ്മൾ മാട് പോലെ കിടന്ന് പണിയെടുക്കണം. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? കുടുംബത്തിനൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടല്ലേ എന്നോട് 3 പ്രാവശ്യം പ്രസിഡന്റ് ആവാൻ പറഞ്ഞപ്പോ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇക്കയോട് പ്രസിഡന്റ് ആവാൻ പറഞ്ഞ എന്നെ സൗദിയിൽ വെച്ച് അറബി എന്നോട് ചോദിച്ചു, അജിതിക്ക ഒന്ന് പ്രസിഡന്റ് ആവാമോ? ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, പറ്റത്തില്ല. അല്ല, സൗദിയിലൊക്കെ പഞ്ചായത്തുണ്ടോ? ഇല്ല സുലു, പഞ്ചായത്ത് ഇല്ലാത്ത രാജ്യമുണ്ടോ? ഇല്ല. എന്റെ പൊന്നുമ്മ, ഈ വാപ്പ ഉമ്മേനെ പറ്റിക്കാൻ വേണ്ടി സീരിയസ് ആയിട്ട് നുണ പറയാ. ഉമ്മ ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും, ഓരോ അയൽക്കൂട്ടത്തിൽ പോയി പറയുകയും ചെയ്യും. ഉമ്മ തന്നെ നാളും കടേ ഉള്ളൂ. അപ്പൊ എന്നെ പറ്റിക്കുവായിരുന്നു. ഇത്രയും നാളും അപ്പൊ എന്നെ പറ്റിക്കുവായിരുന്നു അല്ലേ? വേണ്ട വേണ്ട, ഞാൻ മണക്കോ വേണ്ട. അല്ല എന്താ അയ്യോ അല്ലല്ലോ ആവുന്നല്ല. ഞാൻ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതെ ഇല്ല, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലൊന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അളിയനെ തലകറക്കം. ഇല്ല ഹോസ്പിറ്റലൊന്നും ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. അതെ, നിങ്ങൾ കവലയിൽ നിന്നാൽ മതി, ഞാൻ അവിടേക്ക് എത്താം. ഞാൻ അത് അയ്യോ വേണ്ട ഞാനങ്ങനെ എത്താം. സാറമ്മേ, അതെ അതെ ഹലോ 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 കേട്ടാക്കി. എന്താ പറ്റി വങ്കിയാമ്മ? ആ സാറാമ്മ വിളിച്ച കുട്ടി. അത് വങ്കിയാമ്മന്റെ ഭയഭക്തി വിമാനം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്തിനാ വിളിച്ചേ? ആ തിരുവാങ്കുളത്ത് കുറച്ച് വീടുകൾ കയറാണ്ടായിരുന്നു. അത് വൈകുന്നേരം ആണല്ലോ എന്ന് വിചാരിച്ചാൽ അതിനിടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വന്നതല്ലേ. അതിനും സമ്മതിക്കില്ല അവർക്ക് വേറെ എന്തോ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപ് വീടുകൾ സന്ദർശിച്ചിട്ട് വരാം. ആ വഴിക്കാണല്ലോ പോണത്, അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാന്ന്. എന്തൊരു കഷ്ടം എന്നാ ചോദിച്ചു. ഇങ്ങട്ടാ സാറാമ്മ വരട്ടെ ഇങ്ങോട്ട്. എന്തിനു സാറാമ്മ വരണേ ഇങ്ങോട്ട്? സാറാമ്മേനൊന്ന് കാണാലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ. അവരിങ്ങോട്ട് കയറി വരുമ്പോ സാറാമ്മ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെന്താ? സാറാമ്മ ടീച്ചറിനെ വിളിക്കട്ടെ. മോളെ പഠിപ്പിച്ച ടീച്ചറാണാ? ഏത് സ്കൂളില് ഏത് ക്ലാസ്സില്? വാപ്പയെ കണ്ടിട്ടുണ്ടാ? അയ്യോ, എന്നെ പഠിപ്പിച്ചിട്ടില്ല. അല്ല പിന്നെ മോളെ ടീച്ചർ എന്ന് പറഞ്ഞതോ? അത് ഈ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ എന്നൊക്കെ പറയില്ലേ ബഹുമാനം കൊണ്ട്, അതുപോലെ സാറാമ്മ ടീച്ചർ. മോളെ ടീച്ചർ എന്നൊന്നും പറയണ്ട, സാറാമ്മ ഇത്തിത്ത അങ്ങനെ വിളിച്ചാ മതി. ഇത്തിത്തായിന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ വിളിക്കണം എന്ന് വെച്ചാൽ സാറാമേഡം. സാറാമ്മയുടെ സാറാമേഡം അല്ല, സാറാമേഡം. മേഡം. ഞാൻ മേഡം ഇടവെന്നൊന്നും വിളിക്കത്തില്ല. എന്റെ സെയിം പ്രായക്കാരിയായിരിക്കും. ഞാൻ സാറാമ്മേനെ വിളിക്കും. എന്താണെങ്കിൽ വിളിച്ചോ. പിന്നെ വിളിക്കുമ്പോ അവരെന്താ പറയണ അതിനനുസരിച്ച് അവിടെ നീങ്ങാ തന്നെ. സാറാമേഡം, സാറാമേഡം, സാറാമേഡം. എന്താ സാറാമേഡത്തിന് വിൽക്കാൻ വിളിച്ചാ? അല്ല, പറഞ്ഞു പഠിക്കാൻ. എന്തിനു കുട്ടിയെ? അവര് വരുന്ന സമയത്ത് എന്താ തോന്നുന്നു അങ്ങനെ വിളിച്ചാ പോരെ. എന്തപ്പ ചെയ്യാതെ? എന്താ വാങ്ങിയാ? അല്ല, എന്തിനാ അവരിങ്ങോട്ട് അവര് വന്ന വല്ല ചായയും കൊടുക്കണ്ട്. ഞാൻ പറയാം. ചേച്ചി മോളെ, ഈ പങ്കിയമ്മാവിന്റെ പറച്ചിൽ കേട്ടിട്ടേ വരുന്നത് കൊണ്ട് വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. നമുക്കൊരു വെടിക്കെട്ടൊക്കെ ഏർപ്പെടുത്തിയാലോ? വേണ്ടിക്ക, നമുക്ക് ശിങ്കാരി വെള്ളം മതി. ചുമ്മാ ഇരിക്കും എന്റെ ഉമ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. 2 എണ്ണം മര്യാദക്ക് ഇരുന്നോണം ഇവിടെ. എന്തെങ്കിലും വിവരക്കേട് സാറാമ്മ മേഡത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞാലേ എനിക്കാ നാണക്കേട് അതിന്റെ. സാറാമ്മ മേഡം വരുന്നത് ഷാഹിന മേഡത്തിന്റെ ഒരു പത്രാസ്. ഷാഹിന മേഡം. ചേച്ചി എവിടെ? ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് കൂടെ? എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അതെ, ആ സാറാമ്മ വരുന്നുണ്ട്. അതിനിപ്പോ എന്താ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം? എന്നാ ഓട്. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് പ്രൈസും മേടിച്ചിട്ടുണ്ട് വാ. നീ കാര്യം പറയും. അതെ, അവര് ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? വീടിന്റെ ആധാരം ഇരിക്കുന്നുണ്ട്, അത് കൊടുത്താൽ മതിയാവോ? വാലിന് തീ പിടിച്ച് നിൽക്കാൻ ഞാൻ ഈ സമയത്ത് കിന്നാരം പറയാൻ നിൽക്കല്ലേ കേട്ടോ. നീ ടെൻഷൻ അടിക്കാണ്ട് അവിടെ ഇരിക്കേ. സമാധാനമായിട്ട് കാര്യം പറയും. കാര്യമൊന്നുമില്ല. അവര് ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വെച്ചു കൊടുക്കണ്ടേ? അതിനിപ്പോ എന്താ?
രാവിലെ ഉണ്ടാക്കിയ പുട്ടും പയറും ഇരിക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കിയ പുട്ടും പവറും. കുറച്ച് പപ്പടം കൂടി കാച്ചാടാ, അതും ചായയും അത് പോരെ. വരുന്നത് പശുവല്ല, സാറാമയാണ്. അത് കഴിക്കാൻ സാധാരണ മനുഷ്യന്മാർക്ക് കഴിക്കാൻ കൊടുക്കണം, എന്തെങ്കിലും ഒരു സംഭവം വെച്ച് കൊടുക്കണം അവർക്ക്. ആ എടാ മോനെ, ചേമ്പ് പുഴുങ്ങിയിരിക്കുന്നുണ്ട്, അത് എടുക്കട്ടെ. അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. ചേമ്പ് പുഴുങ്ങിയതോ? ആ എന്തൊക്കെ ഈ പറയുന്ന ഒരാള് വിരുന്ന് വരുന്ന സമയത്ത് ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? എന്തിനാ മങ്ങിയാപ്പ ഇങ്ങനെ അടുത്ത് വെപ്രാളം കാണിക്കുന്നേ? എടി അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവന്റെ വെപ്രാളം കണ്ടാ തോന്നുന്നു ഇവന്റെ പെണ്ണുമ്പിള വീട്ടിൽ നിന്ന് ആരോ വീട് കാണാൻ വരുന്നുണ്ട്. എന്തായാലും എന്റെ പെണ്ണുമ്പളുടെ വീട്ടിൽ നിന്നൊന്നും ആരും വരാനില്ലല്ലോ, അങ്ങനെ ഒരു വിരുന്നുകാരും എനിക്കില്ല. അപ്പൊ പിന്നെ എന്റെ പരിചയത്തിൽ ആരെങ്കിലും ഈ വീട്ടിൽ കയറി വരുമ്പോ അവർക്ക് വൃത്തിയുള്ള എന്തെങ്കിലും നല്ല പലഹാരം കഴിക്കാൻ കൊടുക്കണം. അതെന്ത് വർത്താനം നീയാ പറയണ്? നിന്റെ പാർട്ടിക്കാർ ആരെങ്കിലും ഇവിടെ വന്നിട്ട് മര്യാദക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാതെ വിട്ടിട്ടുണ്ടോ? അവരൊക്കെ ഇവിടെ വന്ന് മൂക്ക് മുട്ട തിന്ന് ഏമ്പൊക്കെ വിട്ട് പോയിട്ടില്ലേ? അങ്ങനെ സാധാരണ ആരെങ്കിലും കയറി വരുമ്പോ കൊടുക്കണ അവല് തിരുമ്പിയത് പറ്റില്ല, അതാ ഈ പറയണേ. അവല് തിരുമ്മിയത് വേണ്ട, നമുക്ക് പപ്പടവട ഉണ്ടാക്കാം. പപ്പടവടയാ? ആ വലിയ ദൈവമേ, ഈ വീട്ടിൽ പിണങ്ങി പോവല്ലേ? ഇങ്ങോട്ട് വാ. എന്ത് പണിയെ പോലെന്ന്? എന്താ ഇവിടെ കഴിക്കാനുള്ളത്? നിനക്കിപ്പോ എന്താ വേണ്ട? എന്തപ്പോ സാധാരണ ഒരു നല്ല വിരുന്നുകാർ വരുമ്പോ കഴിക്കാൻ കൊടുക്കുക ഒരു വീട്ടിൽ നിന്ന്? ആ ഷാഹിന മോളെ, കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്. അത് അരച്ച് പൊങ്ങി വരുമ്പോ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ ഞാൻ തേങ്ങാ ചമ്മന്തി അരയ്ക്കാം. ഇനി ഉഴുന്നു പൊന്തി വരഞ്ഞ് കാത്തിരിക്കുകയാണ് അവരിവിടെ വന്നിട്ട്. എന്റെ ചേച്ചി, നമ്മള് ഈ ബേക്കറി പലഹാരങ്ങൾ എന്തെങ്കിലും കൊടുക്കൂലേ? ഈ ലഡു ജിലേബി ഒക്കെ. മനസ്സിലായി മനസ്സിലായി. അത് നീ തെളിച്ച് പറയണ്ടേ? നീ പലഹാരം എന്ന് പറഞ്ഞപ്പോഴേ വീട്ടിലുണ്ടാക്കണതാന്നാ ഞാൻ വിചാരിച്ചത്. മറ്റേത് ഇവിടെ ഇരിക്കണ്ട ഇഷ്ടം പോലെ. എവിടെ? എടി, ആ പലഹാരപാത്രം തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്തു വെച്ചേ. അയ്യോ, പാത്രത്തിൽ എടുത്ത് വെക്കാൻ അവിടെ ഒന്നും ഇല്ല, എല്ലാം കാലിയാ. ഒന്നും ഇരിപ്പില്ലേ? ഉണ്ട് 2 ഉണ്ണിയപ്പം ഉണ്ട്, അത് മതിയോ പങ്കിയാമ്മ? 2 ഉണ്ണിയപ്പം തന്നെ അവരുടെ മൂക്കി കയറ്റി വെക്കാനോ? ഒന്നാമത്തെ അവരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടും. പോവല്ലേ? പറ്റില്ല ഇവിടെ. എന്റെ പങ്കി, നീ ഒന്ന് സമാധാനപ്പെട്. എന്ത് ചെയ്യാനാ പോണേപ്പോ? അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. അപ്പുണ്ണിയോട് പറഞ്ഞ അവനൊരു മിനിറ്റ് വെച്ച് സാധനം കൊണ്ടുവരും. അപ്പുണ്ണിയോട് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എപ്പോ വരാനാ? എന്റെ പങ്കിയാമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അപ്പുണ്ണിയേട്ടൻ പോയ അപ്പൊ തന്നെ വരും. ഇങ്ങോട്ട് വരികയും ചെയ്യില്ല, ഒന്ന് അവനോട് പറയേ. ഞാൻ പറയാം, ടെൻഷൻ ആവേണ്ട, ധൈര്യമായിട്ടിരിക്കും, സാധനം എത്തിയിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ വെറുതെ ബേജാറാവല്ലേ, അവിടെ ഇരിക്കേ. എത്തിയാണാവോ? പങ്കി സാറേ, നന്നായി. അതെ, ഞാൻ പറഞ്ഞ ഓർമ്മണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ സാറാമ്മേടം വന്ന് കേറി ഉടനെ അങ്ങോട്ട് തുടങ്ങിക്കൊള്ളാം. തീർച്ചയായിട്ടും. പങ്കജാഷിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആ ചരിത്ര നിമിഷം അവരുടെ മരണം വരെ അവരുടെ മനസ്സിൽ പോയി. അങ്ങനെ പിടിക്കണം. ഓക്കെ, ഒന്ന് ഒത്തിരി ഇങ്ങോട്ട് മാറി വണ്ടിയേ ചിലപ്പോ കേറി പാഞ്ഞിങ്ങോട്ട് വരിക. പിന്നെ മഴയൊക്കെ വരുമ്പോ അതിനനുസരിച്ചിട്ടൊക്കെ മഴ അല്ല. ഇപ്പം എന്തിനാ കുട ചുരുക്ക്? മഴ വരുമ്പോ നിർത്തിയാ പോരെ കേട്ടോ? എല്ലാവരും കുട ചുരുക്ക്. അത് ഞാൻ വരുന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് വരിക. മഴ ഉണ്ടെച്ചെങ്കിൽ അതൊന്നും കൂസലാക്കരുത്. അപ്പൊ കുട നിർത്തിയിട്ട് ആളങ്ങോട്ട് ഇറക്കിക്കൊള്ളാം കേട്ടോ. അപ്പൊ അവരുടെ ഓർമ്മല്ലോ? ശരി, ഉഷാറായിരിക്കണം പരിപാടികൾ. തിരക്കൂട്ടല്ലേ? ഇപ്പൊ വരും. തിരക്കൂട്ടണ്ട. പിന്നെ ചേച്ചി, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആവൂടാ. ഓക്കെ ആവുന്നു. അപ്പൊ ഓക്കെ അല്ലേ? ഈ പങ്കിമാമ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എല്ലാം ശരിയാവുന്നു. ദൈവം നാണം കെടുത്തിരുന്നിട്ട് ചേച്ചിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം, സാറാമേടം കയറി വരുന്ന സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് സാറാമേടം എന്ന് പറഞ്ഞാൽ കുത്തി കയറാൻ നിൽക്കണ്ട കേട്ടാ. പിന്നെ ഈ സെൽഫി എടുപ്പ് പരിപാടി ഒന്നും വേണ്ട. ഒന്നും അവർക്ക് ചിലപ്പോ താല്പര്യപ്പെട്ടൊന്നും വരില്ല. അയ്യേ, അവരാണ് സിനിമാ നടിയാണോ സെൽഫി എടുക്കാൻ? സിനിമാ നടി എവിടെ കിടക്കണ? അവരെവിടെ നിൽക്കണു? സിനിമാ നടിയേ പറഞ്ഞു കേട്ടല്ലോ, അങ്ങനെ അങ്ങ് അനുസരിച്ചാ മതി. ഞാൻ ഗമാന്നൊരക്ഷരം മിണ്ടത്തില്ല. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അഭിവാദ്യങ്ങൾ, വിപ്ലവനതൊക്കെ അഭിവാദ്യങ്ങൾ.
പങ്കജാക്ഷ ഇത്? അല്ല അത് പെട്ടെന്ന് മാഡം വന്ന ഒരു ആവേശത്തിൽ അവര് അറിയാതെ തെറ്റി. എനിക്ക് ഇമാതിരി കോപ്രായൊന്നും ഇഷ്ടമില്ലെന്ന് അറിയത്തില്ലേ? പിന്നെ എന്തിനാ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയേക്കുന്നേ? അല്ല ഞാൻ വിളിച്ചു വരുത്തിയല്ല, അവര് മാഡം വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നാ. ആയിക്കോട്ടെ, എന്ത് ഉദ്ദേശിച്ചാലും വേണ്ടിയില്ല. അപ്പൊ എല്ലാവരും പോയിക്കോളൂ, ആവശ്യം ഞാൻ വിളിക്കാം. പോയിക്കോളൂ പോയിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടില്ലേ? ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം കേട്ടോ. ആ ശരി. ഇവരെന്താ പോകുന്നില്ലേ? അല്ല ഇത് കുടുംബാണ്. ഓ, മിസ്റ്റർ പങ്കജാക്ഷന്റെ ഫാമിലി? അതെ, ഫാമിലി. ഇത് അളിയൻ. നമസ്കാരം. നമസ്കാരം. ഇതാണ് ചേച്ചി. നമസ്കാരം. പിന്നെ ഇത് മജീദ് ക. 15 കൊല്ലം ഗൾഫിലായിരുന്നു. മറ്റേ ഏറ്റവും ചെറിയ മരുമകളുടെ വാപ്പയാണ്. അത് ഉമ്മ. സുലു പേര്. എനിക്ക് തോന്നുന്നു പങ്കജാക്ഷ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ വിപ്ലവ വിവാഹം നടന്നതല്ലേ? അതല്ലേ, നല്ല ഓർമ്മയാണ് മാഡത്തിന്. അതെ അതെ അതെ. നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ മതമൈത്രിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഞാൻ അടുത്ത പ്രസംഗത്തിൽ പ്രസംഗിക്കും. ഞങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് പറയൂ. നിങ്ങളെ കുറിച്ച് എന്താ പറയണ്ടേ? ഞങ്ങളെ കുറിച്ചെന്ന് വെച്ചാല് മോളെ ഇങ്ങനെ ഇറങ്ങി പോന്നായിരുന്നല്ലോ, അതിനുശേഷം ഇക്ക ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതും പറഞ്ഞ എല്ലാരോടാണ് എന്നെ കല്യാണം ആലോചിച്ച് വന്നത്. അപ്പം ഷാഹിനയുടെ ഉമ്മ അല്ല? അല്ല, അതെ ഉമ്മ. ഞാൻ ഇളയുമ്മ. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പറയാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി ഇരിക്കായിരുന്നു. അല്ല, ഞാനേ പങ്കജാക്ഷനെ കൂട്ടാൻ വേണ്ടി വന്നതാ. അതെ. അല്ല, നമുക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. തീരെ സമയവും ഇല്ല. സമയമില്ലാത്തോണ്ട് അവര് പങ്കജാക്ഷ നമുക്ക് പോയിട്ട് വരാം. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് വീട്ടിനകത്തൊന്ന് കയറി ഇരുന്നിട്ട് പോണം. ചേച്ചിയുടെ ഒരു ആഗ്രഹമല്ലേ? എന്താണ് മിസ്റ്റർ പങ്കജാക്ഷൻ, നമുക്ക് തീരെ സമയമില്ലാതെ നിൽക്കുക. എനിക്കറിയാലോ, അത് ഇവരിങ്ങനെ നിർബന്ധിക്കുമ്പോ പെട്ടെന്ന് പോ. അതാണ്. വരൂ. നമുക്ക് പോയി ചായ എടുത്തു. പോണം കേട്ടോ പെട്ടെന്ന്. നമ്മൾ വേഗം ഇറങ്ങാം. അമ്മേ, അമ്മേ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്ന പുണി? എത്ര നേരമായി പോയിട്ട്? അമ്മേ, എന്റെ വായിലിരിക്കണം കേൾക്കണോ? ആ സൈക്കിളിൽ 100-110 സ്പീഡിൽ ഓടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ വന്നത്. അതും പൂമുഖത്തേക്ക് വരാൻ വയ്യ, അവരവിടെ ഇരിക്കണോണ്ട്. എന്നിട്ട് അവിടെ കാട്ടിനവിടെ സൈക്കിൾ നിന്നിട്ട് ഓടി വന്നതാ. ഇതേ എന്തെങ്കിലും സാധനം വേണം കുറച്ച് നേരത്തെ പറഞ്ഞൂടെ? അപ്പാപ്പ പറയാറ്. അത് നിന്റെ അമ്മാവനോട് ചോദിക്കണം നേരത്തെ പറയാനായിട്ട്. മെല്ലെ പറയാ, അവരവിടെ ഇരിക്കണ്ട്. പിന്നെ എന്റെ മെക്കെട്ട് കയറാൻ വന്നാ എങ്ങനെയാ? എല്ലാവരും ബഹളം. എടി, നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ മെക്കെട്ട് കയറണ്. എന്റെ അപ്പുള്ളിയേട്ടാ, പെട്ടെന്നുള്ള സന്ദർശനമല്ലായിരുന്നു, പിന്നെ ഇങ്ങനെ പറയും. എന്തൊക്കെ വാങ്ങിച്ചു ഇതിങ്ങി കൊണ്ടുവന്നേ നോക്കട്ടെ. ഇതിൽ ഏതാ ചിക്കൻ ബിരിയാണി, ഏതാ മട്ടൻ ബിരിയാണി, ഏതാ അൽഫാം? അൽഫാമോ? അതിനകത്ത് ലഡുവും പിന്നെ മിക്സറും ചിപ്സും ഒക്കെ ഉള്ളേ. അയ്യേ, എന്തേ ഇതൊക്കെയാണ് ആൾക്കാരുടെ മുന്നിൽ കൊണ്ട് വെക്കുന്നേ? ഇതൊക്കെ ആൾക്കാർ തിന്നണല്ലേ? എന്റെ സീതേച്ചി അവരങ്ങ് ഡൽഹിന്ന് വന്നതല്ലേ, അവർക്ക് ഇതൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്? എന്നാ പിന്നെ ഉമ്മ പോയിട്ട് മേടിച്ചിട്ട് വാ. എന്നാ പിന്നെ ഞാൻ പോയി വാങ്ങിട്ടോ. സുലു, തൽക്കാലം ഇതുകൊണ്ട് ഒപ്പിക്കാം. ഇത് മതി. ഇത് മതിയാ? അമ്മേ, ആ പറമ്പെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊല വെട്ടിയിരുന്നു. അത് പഴുത്തുണ്ടോ? അത് എടുത്തോ? അതൊക്കെ തീർന്ന്. തീരെ? ആരാ തിന്നേ? അത് ഈ ഷാഹിനെയും ഭംഗിയും കൂടെ തീർത്ത്. എന്റെ ഷായന, നിന്റെ വയറ്റിലെന്താ കൊക്കപ്പുഴുണ്ടോ? എന്റെ കുഞ്ഞ് ഒരു കൂല പഴം തിന്നിട്ട് നീ എന്താ ഇങ്ങനെ ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നേ? എന്റെ അത് മുഴുവൻ ഞാനൊന്നും അല്ല കഴിച്ചത്. പിന്നെ ആ ജമാലുവാബ അതുവഴി പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോ ജമാലുവാബ ആയിരിക്കും. ജമാൽ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാളാമണ്ടം പോലും കിട്ടത്തില്ല. അമ്മേ, ആ വാഴ നട്ട ഞാനാ, ആ കൊല വെട്ടിയോട് കൊണ്ടെത്തി ഞാനാ. എന്നിട്ട് ഒരു പഴം എനിക്ക് തന്നാ. എടാ, ഒരു പഴം എനിക്കും കിട്ടിയില്ല. പക്ഷേ നിന്റെ നന്ദിനിക്ക് രമണിക്ക് നല്ലോണം തൊലി കിട്ടിയിട്ടുണ്ട്. അതോർത്ത് നീ സമാധാനിച്ചോ. ഇപ്പൊ പഴം കിട്ടാത്തതാണോ ഇവിടുത്തെ പ്രശ്നം? ഇത് അവർക്ക് കൊടുക്കണ്ടേ? കൊടുക്കാം, നമുക്ക് എടുത്തു വെക്കാം. ഷായന അവിടെ വന്നേ. അതെ, ഇവിടെ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ എല്ലാം കൂടി എടുത്ത് കഴിക്കരുത് കേട്ടോ. ഇവിടെ വിരുന്നാരും വരുമ്പോ കൊടുക്കാൻ വേണം. അപ്പുള്ളിയേട്ടാ, ഞാൻ പറഞ്ഞു, ഞാനല്ല തീർത്തേത്. സീതേച്ചി, ഇത് കണ്ടിട്ടൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ലുമ്മ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ചും കൂടെ ഒക്കെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല നിറവായേനെ. നമ്മുടെ ആ അൽഫാമൊക്കെ ഉണ്ടല്ലോ, അൽഫാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ നീണ്ടിരുന്ന് കോഴിയൊക്കെ കുഴിമന്തിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ടേബിളൊക്കെ അങ്ങ് നിറഞ്ഞേനെ എൻ്റെ സീതേച്ചി. എന്റെ സുലു, ഇത്രയും തന്നെ അവൻ ഈ സമയം കൊണ്ട് ഒപ്പിച്ചില്ലേ നമ്മുടെ അപ്പുണ്ണി? ഇത് മതിയെന്നേ. മതിയെങ്കിൽ മതി. മോളെ, സാറാമ്മ ചായ കുടിക്കാൻ വിളിക്കാം. വന്നല്ലോ. വരൂ.
കൊറേ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. അത് ഫാമിലിയുടെ എല്ലാവരുടെയും ഫോട്ടോ അങ്ങനെ വെച്ചിരിക്കുക. ഇത് അപ്പുണ്ണി, ഇളയാള്, അല്ല നടക്കത്തെ, ഇടയ്ക്കത്തെ. പിന്നെ ചേച്ചി, അളിയൻ. അപ്പുണ്ണിയുടെ കുട്ടികളാ? അല്ലല്ല, അനന്തന്റെ കുട്ടികളാ. അനന്തൻ മൂത്ത മകൻ, ചേച്ചിയുടെ മൂത്ത മകൻ. അനന്തൻ, അനന്തന്റെ 2 കുട്ടികള്. പിന്നെ അളിയനും ചേച്ചി. ഇതാണ് അനന്തൻ, പുള്ളിയുടെ കുട്ടികള്. അതെ, ആളുടെ കുട്ടികളാണത്. ഇത് അപ്പുണ്ണിയും ഭാര്യയും. അപ്പുണ്ണി. പിന്നെ ഇത് അമ്പിളി, ഇളയാള്. പിന്നെ ഇത് അളിയന്റെ ഒരു നാടകത്തിലത്തെ വേഷാട്ടോ. പിന്നെ എന്റെ ഉണ്ട് അത് ഞാൻ കണ്ടല്ലോ. അനന്തന്റെ വൈഫ് എവിടെ? അനന്തന്റെ വൈഫ് ഇടുക്കിയില്. ഭിത്തിയല്ല എവിടെ? ഭിത്തിയില്, ഭിത്തിയിലില്ല, ഇടുക്കിയില. ഇയാളുടെ വൈഫ് എവിടെ? അയാളുടെ വൈഫ് ഇതാ നിക്കണോ. അതല്ല, ഫോട്ടോയില്. ഫോട്ടോയിലില്ല. ഇതൊരു ശരിയായ പ്രവണതയാന്ന് തോന്നുന്നുണ്ടോ മിസ്റ്റർ പങ്കജാക്ഷി? ഒരു വീട്ടിലെ 2 മരുമക്കളുടെ ഫോട്ടോ ഇവിടെ ഇല്ല. മരുമക്കളോട് കാണിക്കുന്ന ഒരു പാർഷ്യാലിറ്റി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. മരുമകളാണല്ലോ. അതാ ഞാൻ പറഞ്ഞ ഒരാളുടെ ഫോട്ടോ ഇവിടെ ഉള്ളൂ, ബാക്കി 2 പേരുടെ ഫോട്ടോ ഇവിടെ ഇല്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവരില്ലാത്ത വെച്ചില്ല. അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു? അങ്ങനെ വെച്ചതല്ല, ഉള്ളത് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ പട്ടികയിൽ ഞാൻ ഇത് പെടുത്തും. അയ്യോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മാഡം. അത് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം. എന്തായാലും പോട്ടെ, ഒരു കാര്യം ചെയ്യ്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ആ 2 മരുമക്കളുടെ ഫോട്ടോ എനിക്ക് ഭിത്തിയെ കാണണം. ഭിത്തിയിൽ നമുക്ക് ആ വാതിൽ അടച്ചിട്ട് അവിടെ വേണമെങ്കിൽ ഫോട്ടോ. അത് നിങ്ങൾ എവിടെയെങ്കിലും വെക്ക്, പക്ഷെ എനിക്ക് കൂട്ടത്തിൽ കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ എന്നെ കൂടി ഇനി അത് പറയിപ്പിക്കാൻ ഇടവരരുത്. പങ്കിയെ ചായ കുടിക്കാൻ വരൂ. ചായ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വരൂ. ഇങ്ങോട്ട് ഇരിക്കാം. എന്താ ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞത് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വേണമെന്ന്. എന്താ മാഡം? എന്താണ് പങ്കജാക്ഷൻ, ഇവിടെ വല്ല പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നുണ്ടോ? അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? ഇത്രയും ബേക്കറി ഐറ്റംസ് കൊണ്ടോട് ചോദിച്ചതാ. അയ്യോ മാഡം, ഇത് ഇവിടുത്തെ ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടുള്ളതാ. ഈ വീട്ടിലെ എന്നും ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. ഇന്ന് കുറച്ച് കുറഞ്ഞു വാങ്ങിക്കലേ ഉള്ളു. അല്ലാതെ മാഡം വന്നോണ്ട് പെട്ടെന്ന് അപ്പുണ്ണിയെന്നെ വിട്ട് വാങ്ങിപ്പിച്ചൊന്നുമല്ല. സാറാമേ, ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാ. ഒന്ന് രുചിച്ചു നോക്കി. ഈ ലഡു മാത്രം പുറത്തുനിന്ന് വാങ്ങിയതല്ലേ സീതേച്ചി? സാറാമേ കഴിക്ക്. അല്ല, എനിക്ക് ഈ പലഹാരങ്ങളൊന്നും വേണ്ട. അയ്യോ, അതെന്താ? ഒന്നുമല്ല, ഞാനൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാ. സൈക്കിൾ ചോട്ടി ക്ഷീണിപ്പിച്ച്. എന്നാ ചായ കുടിക്ക്. ചായയും കാപ്പിയും പോലും അങ്ങനെ പതിവില്ലാത്ത ഒരാളാണ് ഞാന്. ഒരു കാര്യം ചെയ്യോ, നിങ്ങക്ക് വിഷമാവണ്ട, നാരങ്ങ ഉണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നാ മതി. അയ്യോ, ഇവിടെ ഇപ്പൊ നാരങ്ങ ഇല്ല. നാരങ്ങ വെള്ളം വേണമെങ്കിലേ ഇനി അപ്പുണ്ണിയെന്നെ വിടേണ്ടി വരും. അങ്ങോട്ട് ചെന്ന് പറ, ആ ചെറുക്കൻ നിന്നെ ഓടിക്കും. ക്ഷീണിച്ചെന്ന് പറഞ്ഞ് വന്നതാ ചെറുക്കൻ ഇതെല്ലാം മേടിച്ചോണ്ട് വന്നിട്ട്. വേറൊന്നും അല്ല കേട്ടോ, ഇങ്ങനത്തെ പലഹാരങ്ങളും സൽക്കാരങ്ങളും ഒന്നും സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്ത് മാനസിക പ്രശ്നമോ സാറാമയ്ക്കുള്ളത് പറ. അല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തോരം വെല്ലുവിളികൾ നേരിടുന്നതാ. ഇതുപോലെ തന്നെ വെല്ലുവിളി നേരിടുന്ന ഒരാളാ ഞാനും. എന്റെ വീടിനടുത്തൊരു ജാനകിയുണ്ടേ, നേരം വെളുത്ത് കണ്ണ് കീറിയ അവൾ എന്നെ അങ്ങ് വെല്ലുവിളിയാ. ഞാൻ വിട്ടുകൊടുക്കോ? ഞാനും തിരിച്ച് നല്ല 2 വെല്ലുവിളി അങ്ങ് നടത്തും. പേരെന്താ പറഞ്ഞ? സുലു മജീദ്. സുലൂത്ത, ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ വെല്ലുവിളിയല്ല. പിന്നെ അതായത് ഇപ്പം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? പറഞ്ഞു, എനിക്ക് ഏത് ഭാഷ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പറഞ്ഞു. അതായത് ഞാനൊരു പൊതുപ്രവർത്തകയാണല്ലോ. ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ജനങ്ങൾ മൊത്തം സാറാമ്മ വെല്ലുവിളിക്കുന്നുണ്ടല്ലേ? ഏത് ജനങ്ങളാണ് സാറാമ്മ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? എന്തോ മജീദ് അന്വേഷിച്ചിരുന്നു. എന്നെയോ? അയ്യോ, എനിക്കിതിന് ഉത്തരം കിട്ടിയില്ലായിരുന്നു. അത് തരാം, ഉത്തരം കൈക്കോലൊക്കെ തരാം. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് ഇതിനുള്ള ഉത്തരം തരണം. മജീദിക്ക് എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വരാം. എന്നാലും ജനങ്ങൾ മുഴുവൻ സാറാമ്മ വെല്ലുവിളിക്കും. നിങ്ങളൊക്കെ നോക്കി നിൽക്കുവാണോ? ഇങ്ങനെ ഒരു സംസാരപ്രിയാണ്. ഒരു നാരങ്ങെല്ലാം വേണമെങ്കിൽ സംഘടിപ്പിക്കാം കേട്ടോ. വേണ്ട, ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കി വെച്ചേക്കുന്നതല്ലേ. എന്താ ഈ ചായ ഇച്ചിരി കുടിക്കാം, ഇവരുടെ ഒരു സന്തോഷത്തിന്. വേണ്ടേ, നിങ്ങളുടെ സന്തോഷത്തിന് ഒരു പീനട്ട് എടുത്തിട്ടുണ്ട്.
ഇക്ക കിടന്നായിരുന്നു. അയ്യോ. ഉഫ്. എഴുന്നേക്കാൻ വയ്യേ? ഓ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ഒരു ക്ഷീണം പോലെ? പിടിക്കണം. വേണ്ട. എന്തിന്? ഒന്നുമില്ലെന്ന്. ഏതാണ്ട് പകലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാലും കൈ ഒരു ചെറിയൊരു വേദന പോലെ, അത്രേ ഉള്ളൂ. അതിനിക്ക എവിടെ നടന്നത്? എവിടെ നടന്നത്? നടന്നു തന്നു. മാഡം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, മാഡം ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ മാഡം വിചാരിക്കൂലേ നമുക്ക് മാഡത്തോട് എന്തോ വിരോധം ഉണ്ടെന്ന്. അതിന് ഇച്ചിരി നേരമല്ലേ അവരിവിടെ നിന്നുള്ളു. എന്തിനാ ഇങ്ങനെ പുളു അടിക്കുന്നത്? അല്ല, നീ നേരത്തെ കയറി കിടന്നേച്ച്. അയ്യോ. ഷൈന എന്തി? അവള് മുകളിൽ അനന്തന്റെ മുറി കിടന്നോളാന്ന് പറഞ്ഞു. നമ്മളിവിടെ കിടന്നോളാം. ഓ, സ്ഥലം ഉണ്ടാക്കി ഇവിടെ. പിന്നെ ഇത് പോരെ? മതി മതി. സത്യം പറഞ്ഞാലേ ഒരു മഴ പെയ്ത് തോർന്ന പോലെ അയല്ലേ. എന്ത് എപ്പം മഴ പെയ്ത്? എന്റെ സുലു അതല്ല, അവരുടെ ആ വരവും പോക്കും ഒക്കെ. അത് തന്നെ. ഞാനും ഈ സാറാമ്മ എന്ന് പറഞ്ഞപ്പോഴേ ഒരു പ്രായമുള്ള ഒരു വലിയൊരു സ്ത്രീയെ ഞാൻ വിചാരിച്ചത്. ഇതൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ? ശരിക്കും പറഞ്ഞ ഒരു ഇമ്പോർട്ട് ചെയ്ത നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തോ ചെയ്ത നേതാവ് എന്ന് പറഞ്ഞ ഒരു ദേശീയ നേതാവ്. അവരിങ്ങോട്ട് ഇറക്കുമതി ചെയ്തതല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ദേശീയ നേതാവൊന്നും അല്ലാന്ന്. ദേശീയ നേതാക്കന്മാരെയൊക്കെ കൂടെ മറ്റേ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് തോക്കും കൊണ്ട് ആൾക്കാരൊക്കെ കാണുമല്ലോ. ഇത് അങ്ങനൊന്നുമില്ല. ഇതൊരു മെമ്പർ. എനിക്കൊന്നും ഒത്തിരി പുകഴ്ത്തരുത് കേട്ടോ. ഒരു മെമ്പർ. അതല്ല, അവർക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ പിന്നെ വന്നപ്പോ ചറപറ 5-6 ഹിന്ദി പറഞ്ഞു. അതെ അതെ, ഹിന്ദി ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പിടിച്ചു തന്നെ. ഇക്ക് ഹിന്ദി അറിയാവോ? പിന്നെ ഹിന്ദി എത്ര ഭാഷ അറിയാം. അപ്പൊ അറബി അറിയാം, ഹിന്ദി അറിയാം. അറബി, ഹിന്ദി ഏറ്റവും നന്നായിട്ട് അറിയുന്ന മലയാളം. എനിക്ക് മലയാളം മാത്രമേ അറിയൂ.